പ്രിയ പ്രേക്ഷകരെ, ഏവർക്കും എൻ്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം അവസാനിപ്പിച്ചത് എടപ്പള്ളി രാഘവൻപിള്ള ജീവത്യാഗം ചെയ്തതിനെ കുറിച്ചാണ്. അദ്ദേഹം മരണസമയത്ത് ഒരു കുറിപ്പെഴുതി വച്ചിരുന്നു. അതിലിങ്ങനെയാണ് പറയുന്നത്: പ്രവർത്തിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, സ്നേഹിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, ആശിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക. ഇവ മൂന്നിലുമാണ് ലോകത്തിൽ സുഖം അന്തർഭവിച്ചിരിക്കുന്നത്. ഈ മൂന്നിലും എനിക്ക് നിരാശയായിരുന്നു ഫലം. ഇനി എനിക്ക് ഏക രക്ഷാമാർഗം മരണമാണ്. ഞാനതിനെ സസന്തോഷം സ്വീകരിക്കുന്നു. അപ്പോഴദ്ദേഹത്തിന് 27 വയസ്സ് മാത്രമേ പ്രായമായിട്ടുണ്ടായിരുന്നുള്ളൂ. സാഹിത്യ മണ്ഡലത്തിൽ ഉദിച്ചുയരുന്ന ഒരു താരമായിക്കൊണ്ടിരുന്ന വേളയിലായിരുന്നു ആ വേർപാട്. അങ്ങനെയുള്ള വ്യക്തി പ്രണയനൈരാശ്യത്തിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. സാഹിത്യലോകത്ത് ഇന്നും അതൊരു ചർച്ചയാണ്. പ്രസിദ്ധ കവിയും ചിന്തകനുമായിരുന്ന MP അപ്പൻ്റെ കാഴ്ചപ്പാടിൽ മരണം എടപ്പള്ളി രാഘവൻപിള്ളയുടെ ഒരു ദൗർബല്യമായിരുന്നു. പ്രണയം കേവലം ഒരു നിയോഗം മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എടപ്പള്ളി രാഘവൻപിള്ള എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ കൃതികളെയും സസൂക്ഷ്മം പരിശോധിച്ചതിന് ശേഷമാണ് ആ വെളിപ്പെടുത്തൽ. ജീവിതത്തോട് വെറുപ്പായിരുന്നു അത്രേ. ജീവിതത്തെ കയ്പുള്ളതും മരണത്തെ മധുരമേറിയതുമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. അതുകൊണ്ട് മരണത്തെ പ്രണയിച്ച കവി എന്ന ഒരു വിശേഷണം കൂടി അദ്ദേഹത്തിനുണ്ട്. 80ഓളം കവിതകൾ എടപ്പള്ളി രാഘവൻപിള്ളയുടെ ആയിട്ട് കൈരളിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് 4 ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തി സമാഹാരങ്ങളായിട്ടാണ് പുറത്തിറങ്ങിയത്. അതിൽ 3 അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുറത്തിറങ്ങി കാണുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് സിദ്ധിച്ചു. അവ ഹൃദയസ്മിതം, തുഷാരഹാരം, നവസൗരഭം എന്നിങ്ങനെ 3 ബാക്കി കവിതകളെല്ലാം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് സമാഹരിച്ച് ഗ്രന്ഥമാക്കിയത്. എടപ്പള്ളി രാഘവൻപിള്ളയുടെ കവിതകൾ എന്ന പേരിലാണ് അത് പുസ്തകമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം കവിതകളിലും പ്രമേയം മരണമാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഏറ്റവും മികച്ചതും അർത്ഥവത്തായിട്ടുള്ളതും ആഴമേറിയതും ആലങ്കാരികമായിട്ടുള്ളതുമായിട്ടുള്ള കവിത മണിനാദമാണ്. മരണത്തിൻ്റെ മണിനാദമാണ് അതിൽ മുഴങ്ങുന്നത്. അദ്ദേഹം വിട പറയുന്ന അന്ന് രചിച്ച കവിതയാണത്. ഏതാണ്ട് ഒരു 2-3 മണിക്കൂറുകൾക്ക് മുമ്പായിരിക്കാം അത് രചിച്ചത്. അതിനകത്ത് മുഴുനീളം മരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ അനുനയിക്കാനെത്തുമെൻ കൂട്ടരോട്, അരുളിടട്ടെ എൻ അന്ത്യയാത്രാമൊഴി എന്ന് തുടങ്ങുന്ന അക്ഷരപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിസ്സഹായതയും നിരാശയും ഇടകലർന്ന കരളലിയിപ്പിക്കുന്ന വിഷാദമാണ് അതിൽ തുടിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനോടും അദ്ദേഹം അവസാനമായിട്ട് വിട പറയുകയാണ്, വിലപിച്ചുകൊണ്ട് വിട പറയുകയാണ്. സഹതപിക്കാത്ത ലോകമേ, എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ, കവനലീലയിൽ എന്നുറ്റ തോഴരാം
കനകതൂലികേ കാനനപ്രാന്തമേ പിരികയാണിതാ ഞാൻ ഒരധകൃതൻ കരയുവാനായി പിറന്നൂരു കാമുകൻ എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹം വളരെ നിരാശയോടുകൂടിയിട്ടാണ്, നിസ്സഹായനായിരുന്നു ആ മരണത്തിൽ. എന്നിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ആ മണിനാഥത്തിൽ അദ്ദേഹം അത് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രണയനൈരാശ്യം അദ്ദേഹത്തിന് പറ്റിയ ഒരു പരാജയമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ ഒരു പെൺകുട്ടിയോ അതിൻ്റെ കുടുംബക്കാരെയോ വേറെ ആരെയും അദ്ദേഹം കുറ്റപ്പെടുത്തി കാണുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരാജയമായിട്ടാണ് അദ്ദേഹം അതിൽ വർണ്ണിച്ചിരിക്കുന്നത്. മലമുകളിലേക്കിഴഞ്ഞിഴഞ്ഞേറിടും മഴമുകിലെന്ന പോലെ അടിയുറയ്ക്കാതെ ഞാൻ മേപ്പോട്ടുയർന്നു അലകടലിൻ്റെ ആഴമളക്കുവാൻ എന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് ഒരിക്കലും ആശിക്കാൻ പറ്റാത്തായിരുന്നു. മലമുകളിലേക്ക് കാർമേഘങ്ങൾ അരിച്ചരിച്ച് ഉയരുമ്പോൾ അദ്ദേഹം ഉയർന്ന് കയറിയെന്ന് പറഞ്ഞു. അതോ കടലിൻ്റെ അടിത്തിട്ടിലേക്ക് ചെന്ന് വീഴാനും. അതേപോലെ ആ കവിതയിൽ വേറൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, കുടിൽ കൊട്ടാരമാകാനുയരുന്നു കടലിരമ്പുന്നു കൈത്തോട്ടിലെത്താൻ. അദ്ദേഹം പ്രണയിച്ച പെൺകുട്ടിയെ ഒരു വിധത്തിലും കുറ്റപ്പെടുത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പറയുന്നുണ്ട്, അവൾ അപങ്കില അകലെയാണെങ്കിലും എന്നരികിലുണ്ട് കൂട്ടിനായി എപ്പോഴും എന്ന് പറയുന്നുണ്ട്. അവൾ അപങ്കിലയാണ്, കളങ്കമറ്റവളാണ്. അവൾ ദൂരത്താണെങ്കിലും എൻ്റെ കൂടെ തന്നെയുണ്ട്. അത് രണ്ടർത്ഥത്തിലെടുക്കാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവളുണ്ട്, അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ എപ്പോഴും പിരിയാതെ അദ്ദേഹമുണ്ട്. പിന്നെ അവൾ അകപങ്കിലയാണെന്ന് പറയാൻ കാരണം അവളെ കൂട്ടിലടച്ച ഒരു പക്ഷിയാക്കി മാറ്റിയിരിക്കുകയായിരുന്നു. ഒരു വിധത്തിലും അവർക്കതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിച്ചിരുന്നില്ല, വിലപിക്കലാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ ആ കൂട്ടിൽ നിന്നും അവളെ മോചിപ്പിക്കുവാനും സാധിച്ചിരുന്നില്ല. ഒരു നിസ്സഹായനായിരുന്നു അദ്ദേഹം. അതേപോലെ പിന്നെ കാലത്തിനോട് അദ്ദേഹം ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. കഠിനകാല കഥനമൊരൽപ്പവും ആ കവിളിണയിൽ കലർത്താതിരിക്കണേ എന്ന് പറയുന്നുണ്ട്. അതായത് ആ പ്രണയകാലം വളരെ കഥനകരമായിരുന്നു, കഠിനമായ കഥനമായിരുന്നു എന്നാണ് പറയുന്നത്. സാധാരണ കവിതാക്കൾക്ക് അത് സുന്ദരമായൊരു കാലഘട്ടമാണ്. ഉല്ലാസമായിട്ട് സ്വപ്നലോകത്തിൽ അവരങ്ങനെ പാറി നടക്കുന്നൊരു കാലഘട്ടമാണ് പ്രണയകാലം. ഇവിടെ അദ്ദേഹത്തിനോ അദ്ദേഹം പ്രണയിച്ച പെൺകുട്ടിക്കോ അതല്ല ഉണ്ടായിരുന്നത്, നിരാശാജനകമായിരുന്നു. ആ പെൺകുട്ടിയാണെങ്കിൽ കഠിനമായ ദുഃഖത്തിലായിരുന്നു. കാരണം വീട്ടുകാരുടെ എതിർപ്പ്, ശകാരങ്ങൾ, ചങ്ങാതിമാരുടെ പരിഹാസങ്ങൾ, നാട്ടുകാരുടെ ഉപദേശങ്ങൾ, ഇതെല്ലാം കേട്ട് വീർപ്പ് മുട്ടി കണ്ണീരൊഴുക്കിയിട്ടാണ് അവൾ കഴിഞ്ഞത്. ഇദ്ദേഹമാണെങ്കിലോ അവളെ ഹൃദയത്തിലേറ്റി വിങ്ങിപ്പൊട്ടുന്ന നിരാശയോടെ ആണ് കഴിഞ്ഞിരുന്നത്. ഇനി ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ അവൾക്ക് ഉണ്ടാകരുതേ എന്ന് അദ്ദേഹം പറയണം. മരണമാണ് അദ്ദേഹത്തിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞല്ലോ. വേറെ ഒന്ന് രണ്ട് കവിതകളിൽ കൂടി നമുക്ക് നോക്കാം. വേറൊരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, മരണമേ മമ സ്വാഗതം ഭൂവിന്മേൽ അമരണമെന്നതാശിപ്പതില്ല ഞാൻ ധരണിയാം കൂരിരുൾ കുണ്ടിൽ നിന്നേക്കും ശരണമേ കുക ശാശ്വതാനന്ദമേ എന്ന് പറയുന്നുണ്ട്. ഇത് ഈ പ്രേമിച്ച പെൺകുട്ടി പിരിഞ്ഞു പോയതിന് ശേഷം എഴുതിയ കവിതയല്ല, അതിക്കെപ്പോഴോ മുമ്പ് അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചാണ്. അതിനകത്തും പ്രമേയം മരണമാണ്. അദ്ദേഹം മരണത്തെ ആണ് സ്വാഗതം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ ഈ ഭൂമി മുഴുക്കെ ഒരു ഇരുൾക്കുണ്ടാണ്. ആരെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോൾ ഈ ഇരുൾക്കുണ്ടിൽ നിന്ന് എനിക്കെന്നും ശരണം തരണം എന്നാണ്. ആ മരണത്തോടാണ് ശാശ്വതാനന്ദമേ എന്ന് പറയുന്നത്. ശാശ്വതമായിട്ടുള്ള ആനന്ദമാണ് ആ മരണത്തെ അദ്ദേഹം കണ്ടിരുന്നത്. പിന്നെ വേറൊന്നിൽ അദ്ദേഹം പറയുന്നത്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇതൾ വിരിയാത്ത പുഷ്പമായി തീരണമെന്ന് പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇനി ബാക്കി ഒരുപാട് കവിതകളിൽ മരണം ഒരു
വിഷയമായിട്ട് പ്രമേയമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന വേറെ ഒരുപാട് കവിതകളുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ ദീർഘമായ ഒരു യാത്രാവേളയിൽ ഇടപ്പള്ളി കവികളെ കണ്ടപ്പോൾ നിന്ന് അല്പം സല്ലപിക്കാമെന്ന് വെച്ചു എന്ന് മാത്രം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ മരണം പ്രമേയമല്ലാത്തതുമായ കവിതകൾ ധാരാളം എഴുതിയിട്ടുണ്ട്. ജീവിതത്തെ കയ്പുള്ളതായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നതെങ്കിലും മറ്റുള്ളവരോട് അത് അനുകരിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ജീവിതത്തെ ഉല്ലാസപ്രദമാക്കി തീർക്കുവാനാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കരയല്ലേ എന്ന ഒരു കവിതയുണ്ട്. ആ കവിതയ്ക്ക് അതിൻ്റെ തലക്കെട്ട് തന്നെ വളരെ വിചിത്രമാണ്. കരയല്ലേ എന്ന് പറയുന്നത്. ഒരു വിധത്തിലും നമ്മളാരും കരയാനേ പാടില്ല, സന്തോഷിക്കാനാണ് അതിൻ്റെ ആന്തരികാർത്ഥം. അതിൽ പറയാണ്, കരയല്ലേ തങ്കം കരയല്ലേ തങ്കം കളയല്ലേ കാലം കഥനത്താൽ അഴകിൻ പൊന്നോട ക്ഷണിക ജീവിത മൊഴികിടട്ടെ ദോഷ കുളിരാറ്റിൽ എന്ന് പറയും. അവിടെ പറയാണ്, ഒരിക്കലും നമ്മൾ ഈ കരഞ്ഞ് തീർക്കേണ്ടതല്ല ഈ ജീവിതം. ക്ഷണികമായ ഒരു പൊന്നോടമാണ് ഈ ജീവിതം. അത് ഏത് നിമിഷത്തിലും നശിച്ചു പോകാം. അതിന് നമ്മൾ ആനന്ദ കുളിരാറ്റിൽ ഒഴുക്കുകയാണ്, ദോഷം ആനന്ദം. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കുകയാണെങ്കിൽ പൂവല്ലേ പൂവല്ലേ പൊന്നോണമേ എന്ന് പറയുന്നുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കവിതയാണ്. അത് ശരിക്കും ബാലസാഹിത്യത്തിൻ്റെ പട്ടികയിൽപ്പെടുത്താവുന്നതാണ്. അത് ഓണക്കാലത്തിനെ പറ്റിയിട്ടും മലയാളികളുടെ ഉത്സവത്തെ പറ്റിയിട്ടുമാണ്. അത്തം മുതൽ 10 നാൾ ഈ ഓണം കുട്ടികളോടൊപ്പം ആർത്തുല്ലസിച്ച് കളിച്ച് രസിച്ച് അവിട്ടം കഴിഞ്ഞ് ചതയവും കഴിഞ്ഞ് പോകാൻ നേരത്ത് കുട്ടികൾ പോയി വിലപിക്കുകയാണ്, ഓണമേ നീ പോവരുതെന്ന് കുട്ടികൾ വിളിക്കും. അത് വളരെ മനോഹരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അത് അത്തം മുതലുള്ള ഒരുക്കങ്ങൾ, സദ്യ ഒരുക്കൽ, ഓണക്കോടികൾ എടുക്കൽ, പൂക്കളം ഒരുക്കൽ, എന്തുകൊണ്ടായി കേരളത്തിൻ്റെ ആ അന്തരീക്ഷത്തിൽ വർണ്ണിച്ചാൽ തീരാവുന്ന വിധത്തിലുണ്ട്. അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിൽ പൂക്കളുടെ പേരുകൾ തന്നെ ഒരു 5-6 വരിയുണ്ട്. ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം അവിടെ ആ പൂക്കളെ കൊണ്ട് ഒരു പൂക്കളമല്ല, ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം പൂക്കളെ കൊണ്ടൊരു മെത്ത തീർത്തിരിക്കുകയാണ് ഈ 6 വരി. എല്ലാ ജാതി പുഷ്പങ്ങളുമുണ്ട്, പല വർണ്ണത്തിലും പല ആകൃതിയിലും മറ്റ പൂക്കളെ കൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു മെത്ത തീർത്താണ് അത് ഓണത്തിൻ്റെ വരികൾ. അങ്ങനെ ഓണം ഇത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതാണ്. പിന്നെ വേറൊരു കവിത അദ്ദേഹത്തിൻ്റെ വിശ്വഭാരതി എന്നാണ്. ആ വിശ്വഭാരതി അത് ആനുകാലിക പ്രസക്തമാണ്. വിശ്വഭാരതിയിലെ വിദ്യാഭ്യാസ രീതി ഈ ആധുനിക കാലത്ത് എങ്ങനെ നമുക്ക് അനുകരിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം കുട്ടികളെ, അതും കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ പുസ്തകം അവിടെ വച്ചിട്ട് വരൂ, ഈ പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലിരുന്ന് നമുക്ക് സല്ലപിച്ച് പഠിക്കുക. പുസ്തകം നോക്കിയിട്ടല്ല പഠനം, നമ്മൾ ഇങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കവിത പോവാണ്. കേവലം സ്കൂൾ ഫൈനൽ വരെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും യൂണിവേഴ്സിറ്റി തലത്തിൽ പാഠ്യപദ്ധതിയിൽപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ. മണിനാഥം MA ക്ലാസ്സിൽ വരെ പഠിക്കാനുണ്ടായിരുന്നു അത്ര. PhDക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഗവേഷണം നടത്തി പ്രബന്ധം തയ്യാറാക്കി ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ നിരാശാപൂർണമായ, അദ്ദേഹം ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോഴോ അവജ്ഞയും അവഗണനയും ഏറ്റാണ് ജീവിച്ചത്. മരിച്ചിട്ട് പോലും ആ അവഗണന അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് സത്യം. ചലനമറ്റ് അർത്ഥമിഴികളോടെ തൂങ്ങിക്കിടക്കുന്ന ആ മൃതദേഹത്തെ നോക്കി ഒരു പോലീസുകാരൻ പുച്ഛഭാവത്തിൽ സരസമായ രീതിയിൽ പറഞ്ഞുവത്രേ, ഇവൻ്റെ കവിത ഈ ശരീരത്തിൽ എവിടെയാ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് നോക്കട്ടെ. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ അയച്ചപ്പോഴായിരിക്കാം, എപ്പോഴോ അങ്ങനെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതുപോകട്ടെ,
അനാഥപ്രേതങ്ങളോട് പോലും കാണിക്കാത്ത വിധം ഈ ജഡത്തെ കൊല്ലത്ത് ഏതോ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി മൃഗങ്ങളെ കുഴിച്ചിടും പോലെ കുഴിച്ചിടുകയാണ് ചെയ്തത്. ആ ജഡം ഏറ്റുവാങ്ങിക്കാൻ അന്ന് ആരും ചെന്നിരുന്നതായിട്ട് കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ആ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പല മാധ്യമങ്ങളുണ്ടായിരുന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ കണ്ടതും അവരെ താരതമ്യപ്പെടുത്തിയതും. അങ്ങനെയാണ് കേരളത്തിൽ ചങ്ങമ്പുഴ അറിഞ്ഞ പോലെ തന്നെ ചങ്ങമ്പുഴ അറിയുന്ന പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇദ്ദേഹത്തെ തന്നെ അറിഞ്ഞിരുന്നു. അത് ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു. 1936 ചങ്ങമ്പുഴ ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന കാലത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന കവിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹവും കേരളത്തിൽ അറിയപ്പെടുന്ന കവിയായിരുന്നു. പക്ഷെ സാഹചര്യം കൊണ്ട് അദ്ദേഹം ഇങ്ങനെയായിരുന്നു മാത്രം. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ജഡം ഏറ്റുവാങ്ങിക്കുവാനോ ഒരു മാധ്യമങ്ങളോ ചിന്തകന്മാരോ ആരും പ്രതികരിച്ച് കാണുന്നില്ല. പിന്നെ ഇത് പറയാൻ കാരണം ഇപ്പോൾ ചില അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ചില ദുരൂഹതകളെല്ലാം പല ഭാഗത്തു നിന്നും പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ 3-4 പേര് എന്നെ ഫോണിൽ വിളിച്ച് സംശയം പ്രകടിപ്പിച്ചു. വേറെ ചിലർ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇട്ടിരുന്നു. അത് ഞാനും കേട്ടിട്ടുണ്ട്. അത് ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഞാനും കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്തും കേട്ടിട്ടുണ്ട്, മുതിർന്നപ്പോഴും കേട്ടിട്ടുണ്ട്. അത് രേഖകളിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ അല്ല, ഒരു വായ്മൊഴിയായിട്ട് ഞാനും കേട്ടിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു സംഭവം, ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിന് വ്യക്തമായ തെളിവുകളോ രേഖകളോ ആരും അതിനെപ്പറ്റി പ്രതികരിച്ച് കാണാത്തതുകൊണ്ടോ നമുക്കത് എടുക്കേണ്ട കാര്യമില്ല. അത് വെറും ഒരു ഊഹാപോഹം പോലെയാണ് ആ കേൾവിയെ നമുക്ക് കണക്കാക്കേണ്ടതുള്ളൂ. എന്തായാലും കാലം ഇനിയുണ്ടല്ലോ, എവിടെയെങ്കിലും സത്യം തെളിയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ സമാപ്തമാക്കുന്നു. നന്ദി, നമസ്തേ.